രാമായണം എന്ന കാവ്യം തുടങ്ങുന്നത് എവിടെയാ? കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. രാമായണം വായിക്കുന്നത് മനോമണ്ഡലം, പുരാണങ്ങൾ വായിക്കുന്നത് മനോമണ്ഡലം. ഈ ബുദ്ധിയും മനസ്സും ഒന്നല്ലേ? അല്ല, ബുദ്ധി വേറെ, മനസ്സ് വേറെ. ഞാൻ തെളിവ് തരാം. 3-4 മാസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ ഞെട്ടിപ്പോകുന്നൊരു സംഭവം നടന്നല്ലോ. പാവപ്പെട്ട ടൂറിസ്റ്റുകളെ കുറച്ച് ഭീകരന്മാർ വെടിവെച്ച് കൊന്നുകളഞ്ഞു അല്ലേ? ആ ഭീകരന്മാരെല്ലാം നല്ല ബുദ്ധിയുള്ള ടീം. അറിയാം, കേരളത്തിൽ വന്ന് ഡിഗ്രി പാസ്സായ ആളുണ്ടായില്, ഡോക്ടറേറ്റ് നേടിയവരുണ്ടായില്. അതിസമർത്ഥരായത് കൊണ്ടല്ലേ പട്ടാളവും പോലീസും എല്ലാം തപ്പിയിട്ടും ഇതുവരെ ഒരുത്തനെ പിടിക്കാൻ കിട്ടാഞ്ഞത്. നല്ല ബുദ്ധിമാന്മാരാണവര്. പക്ഷെ കൊല്ലരുത് എന്ന മനസ്സവനുണ്ടായില്ല. രാമായണം എന്ന കാവ്യം തുടങ്ങുന്നത് എവിടെയാ? കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. മാ നിഷാദ, നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒരു നിഷാദനുണ്ട്, കാട്ടാളനുണ്ട്. നമ്മുടെ ജനിതകമായിട്ട് 1000-10,000 വർഷം മുമ്പേ നമ്മൾ കാട്ടാളരായിരുന്നല്ലോ. വാൽമീകി മാത്രമല്ല, കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്കുള്ള മാറ്റം ആണല്ലോ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നത്. നമ്മളെല്ലാവരും കാട്ടാളന്റെ ഒരു ജീന് നമ്മുടെ ഉള്ളിലുണ്ട്. ഭക്ഷണം കാണുമ്പോൾ ആർത്തിയോടെ ഓടുന്നു. അധ്യാപക ദമ്പതിമാരുടെ ഒരു വിവാഹ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. അധ്യാപക ദമ്പതിമാരാ. ആ മകനും ഭാര്യയുടെ അച്ഛനും അമ്മമാരും അധ്യാപകരാ. അതുകൊണ്ട് അധ്യാപകരുടെ ഒരു ദേശീയ സമ്മേളനമായിരുന്നു ഇവിടെ. എല്ലാ മാഷന്മാരും ഉണ്ട്. അപ്പം മാലയിട്ട് കഴിഞ്ഞ ഉടനെ എനിക്കൊരു മറ്റൊരു കല്യാണത്തിന് പോകാനുള്ളതുകൊണ്ട് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ആ പുറത്തിറങ്ങുന്ന വഴിക്ക് അടിയിലത്തെ ഭക്ഷണ ഹാളിൻ്റെ ഗേറ്റ്, ആ ഗേറ്റിന് ഭക്ഷണത്തിനായി അധ്യാപകർ ക്യൂ നിൽക്കുകയാണ്. പുറത്തിറങ്ങാൻ വഴിയില്ല. അവർ മാല ഇടുന്നതിന് മുമ്പേ വന്ന് ക്യൂ നിന്നു. അപ്പം ഇലയെല്ലാം വെച്ച് അതിൽ തൊടുകറി വിളമ്പിയതിന് മാത്രമേ ഗേറ്റ് തുറക്കൂ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവസാനം ഗേറ്റ് അങ്ങ് തുറന്നു. ഗേറ്റ് അങ്ങ് തുറന്നപ്പോൾ ഒരു തള്ളി ഓട്ടം കണ്ടിട്ട്, സോമാലിയിലെ പട്ടിണിക്കാർക്കിടയിൽ ഈ ബ്രെഡ് എറിഞ്ഞാൽ കുട്ടികൾ ഓടുന്നില്ല, അതുപോലെ മാഷന്മാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ കാഴ്ച കണ്ടിട്ട് ഒരുപാട് കാലമായി ഭക്ഷണം കിട്ടാത്തവരുടെ ആക്രാന്തം. ഏത് മാഷായാലും അവൻ്റെ ഉള്ളിൽ ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാട്ടാളനുണ്ട് അല്ലേ? നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കാട്ടാളനുണ്ട്. കടിച്ചു കീറാൻ, അടിച്ചു പിരിയാൻ ഒരു കാട്ടാളത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് എതിരായിട്ട് മാ നിഷാദ, അത് നിർത്തുകാട്ടാള. നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം എന്താ? ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം നമ്മുടെ എല്ലാ കോയിനിലും കറൻസിയിലും ഇല്ലേ? അശോകസ്തംഭം. എന്താണ് അശോകസ്തംഭം? 4 സിംഹങ്ങൾ പരാങ്മുഖമായി നിന്നതല്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിൽ മനുഷ്യർ പരസ്പരം കൊല്ലുന്നത് കണ്ട് മനംമടുത്തിട്ട് അവസാനം യുദ്ധമേ വേണ്ടെന്ന് പറഞ്ഞ് മനുഷ്യരോട്, ലോകത്തെല്ലാ കാലത്തും എല്ലാ ദേശത്തോടുള്ള മനുഷ്യന്റെ ഉള്ളിലുള്ള നിഷാദനോട് പറയാ, പരസ്പരം അഭിമുഖമായി പൊരുതുന്ന സിംഹങ്ങളെ. നമ്മുടെ ഉള്ളിലൊരു സിംഹമുണ്ടല്ലോ, കീഴടക്കാനുള്ളൊരു സിംഹം. അതുകൊണ്ടല്ലേ കാട്ടിലെ രാജാവായിട്ട് നമ്മൾ സിംഹത്തെ അവരോധിച്ചത് അല്ലേ? വലിപ്പം കൊണ്ടല്ലല്ലോ. നമ്മുടെ ഉള്ളിലൊരു സിംഹമുണ്ട്, ആക്രമിക്കാൻ കീഴടക്കുന്ന സിംഹം. ആ സിംഹങ്ങളെ, നിങ്ങളുടെ അക്രമം പരസ്പരം പൊരുതുന്നത് ഒഴിവാക്കൂ. 4 ദിക്കിലേക്ക് പോകൂ. നോർത്തിലേക്ക് പോകൂ, ഈസ്റ്റിലേക്ക് പോകൂ, വെസ്റ്റിലേക്ക് പോകൂ, സൗത്തിലേക്ക് പോകൂ. 4 ദിക്കുകളിലെ മനുഷ്യന്റെ അറിവുകൾ, അനുഭൂതികൾ കീഴടക്കാൻ മുന്നോട്ട് പോകൂ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ആ 4 ഇംഗ്ലീഷ് പദങ്ങളുടെ ആദ്യത്തെ അക്ഷരം കൂട്ടി വായിച്ചാലാണെന്ത്? NEWS. എന്താ? ന്യൂസ്. പിടികിട്ടിയോ? വാർത്തകൾ, അറിവിന്റെ വാർത്തകൾ, നന്മയുടെ വാർത്തകൾ തേടിപ്പോകൂ. 4 ദിക്കിലേക്ക് പോകാൻ. 2 പട്ടിക്കുട്ടിക്കൊരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി എനക്കും തന്നേ എന്ന് പറയാനുള്ള വാക്കുകളും ഭാഷയും മനസ്സും ആർക്കില്ല? പട്ടിക്കുട്ടിക്കില്ല. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ മൃഗങ്ങളുടെ മനസ്സാണ് ഭരിക്കുന്നത്, ശരീരം ലഘുവാണ്. ഗുരു മനസ്സാണ്. ഗുരു എന്ന വാക്കിനർത്ഥം അധ്യാപകനെന്നല്ലല്ലോ, വലുത് എന്നർത്ഥം. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്നല്ലല്ലോ, വലിയ പരിക്ക് പറ്റിയെന്നല്ലേ. ഗുരു വലുത്, ലഘു ചെറുത്. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാ.
ഈ അമ്പലത്തിൻ്റെ മുറ്റത്തൊരു പശു വന്നു. ആ പശുവിൻ്റെ ശരീരത്തിന് മൂത്രമൊഴിക്കണമെന്നോ ചാണകമിടണമെന്നോ തോന്നലുണ്ടായാൽ ഇത്രയും ആളെ മുമ്പിൽ ഈ ക്ഷേത്രത്തിന് മുന്നിൽ പറ്റില്ലെന്ന് പറയാനൊരു മനസ്സതിനില്ല. ശരീരം എന്ത് തോന്നുന്നോ അതപ്പ ചെയ്യും, വാലും ഒന്നിച്ച് മൂത്രയിക്കും. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലെത്തുമ്പോൾ ശീവേലിയും കൊണ്ട് നടക്കുന്ന ആന നടേൻ്റെ മുമ്പിൽ പിണ്ടോടു മൂത്രമൊഴിക്കും. കണ്ടിട്ടില്ലേ? അല്ലേ? മൂത്രയിക്കും. കാരണം അതിൻ്റെ ഗുരു ശരീരമാ, മനസ്സ് ലഘുവാ. എന്നാൽ നമ്മൾ ആരാ? നമ്മൾ മനുഷ്യനായത് നമ്മുടെ ഗുരു മനസ്സാണ്. നമുക്ക് ഇവിടുന്ന് വിസർജിക്കാൻ തോന്നിയാൽ, ഇണചേരാൻ തോന്നിയാൽ, തിന്നാൻ തോന്നിയാൽ അപ്പ ചെയ്യോ? നമ്മുടെ മനസ്സ് പറയും അവിടെ നിൽക്ക്, സമൂഹത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ ആരാവുന്നത്? മനുഷ്യനാവുന്നത്. അതുകൊണ്ട് ആ ഗുരു ശ്രീനാരായണ ഗുരു പറഞ്ഞത് മനുഷ്യാണാം മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിൻ്റെ ചോദനകളെ നിയന്ത്രിക്കുന്ന മനസ്സ്. ആ മനസ്സ് വളർത്തിയെടുക്കണം. ആ മൃഗീയ അവസ്ഥയിൽ നിന്ന് മാനവിക അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വൈകാരികമായ ഒരു ഇമോഷണൽ ക്വഷ്യൻ്റ് ഉണ്ട്. രാമായണം വായിക്കും. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ ഇമോഷണൽ ക്വഷ്യൻറ്റും കുടുംബ ബന്ധങ്ങളും എന്നാണ്. അതാണ് എൻ്റെ വിഷയം. വൈകാരികമായ ബന്ധങ്ങൾ, അതിലൂടെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വികാരമാണ്. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നൊക്കെ പറയുന്നത് കേവലം വാക്കർത്ഥങ്ങളല്ലല്ലോ, അതൊരു വൈകാരികമായ ബന്ധമാണല്ലേ. ഒരു വാഴക്കന്ന് പൊരിച്ചു നട്ടാൽ ആ കന്ന് പൊരിച്ചു നടുമ്പോൾ ആ തള്ളവാഴയ്ക്ക് എൻ്റെ മോൻ പോവുകയാണല്ലോ എന്ന വൈകാരികമായ സങ്കടമില്ല. ആ പൊരിച്ചു നട്ട കന്നുവാഴക്ക് എൻ്റെ അമ്മ അവിടെ ഭക്ഷണം കിട്ടുമോ എന്ന് ഒരു ആശങ്കയുമില്ല, ഒരു വൈകാരിക ബന്ധവുമില്ല. ഉണ്ടോ? ഒരു വൈകാരിക ബന്ധമില്ല. ഒരു പശു പ്രസവിച്ചാൽ മുലയൂട്ടൽ കഴിയുന്നത് വരെ അതിനൊരു വൈകാരിക ബന്ധമുണ്ടാകും. പക്ഷെ മുലയൂട്ടൽ കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പിന്നെ അതിന് തള്ളപ്പശുവിനെ വൃന്ദമന്ദിരത്തിലാക്കണോ അല്ലെ ഭക്ഷണം കൊടുക്കണമെന്നോ ഈ കുഞ്ഞി പശുവിന് ഒരു ചിന്തയും ഇല്ല. ആ വൈകാരിക ബന്ധമില്ലാത്തത് കൊണ്ടാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആരാ? നമുക്ക് വൈകാരിക ബന്ധമുണ്ട്. തൻ്റെ കുഞ്ഞിനെ ഉറക്കുമ്പോൾ കുയിലിൻ്റെ പാട്ട് കേട്ടാൽ പോലും ദേഷ്യം വരുന്നവളാണല്ലോ അമ്മ. കുയിലേ, നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്ക്, എൻ്റെ മോൻ ഉറങ്ങുകയാണെന്ന് പറയും. നിലാവെളിച്ചം നമുക്കെല്ലാം ഇഷ്ടമാണ്. നിലാവിൻ്റെ ശിശിരരശ്മികൾ ജാലകപ്പഴുതിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവളാണല്ലോ അമ്മ. കഴിഞ്ഞ വർഷം അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രന്റെ പാട്ടോർമ്മയിലെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേയി കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്നമ്മ കുയിലിനോടും നിലാവിനോടും മാത്രമല്ല സ്വന്തം ഹൃദയത്തോട് ആജ്ഞാപിക്കും. ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. അല്ലേ? കാട്ടിലേക്ക് പോകുന്ന രാമനെ അനുഗ്രഹിക്കുന്ന കൗസല്യാദേവിയുടെ പ്രാർത്ഥന. വനദേവതമാരെ, അല്ലേ, വനദേവതമാരെ, അട്ടതിപ്പാലകരെ, എൻ്റെ മകൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഇവന് കാവലാളായി നിങ്ങൾ നിൽക്കണേ എന്ന് പറഞ്ഞ് കരയുന്ന അമ്മയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ആ കൗസല്യാദേവിയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അതാണ് വൈകാരികമായ കുടുംബ ബന്ധങ്ങൾ. മനുഷ്യന് മാത്രമുള്ളതാണത്. ആ കുടുംബ ബന്ധങ്ങളാണ് നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടത്.